നഗരസഭയുടെ ഭരണം നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വളരെ നരകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭരണം ശരിയായി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഭരണവും ഇവിടെ നടക്കുന്നില്ല. മുനിസിപ്പാലിറ്റിക്ക് ഉള്ളില് ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഓരോരോ പ്രശ്നങ്ങളും BJPയുടെ കൗൺസിലർമാര് അവിടെ നിരന്തരം ഉന്നയിക്കുകയും, എനിക്ക് തോന്നുന്നു ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ പുതിയ ഭരണം ആരംഭിച്ച് 5 വർഷം കഴിയാൻ പോകുന്ന ഈ 5 വർഷക്കാലവും BJPയുടെ കൗൺസിലർമാരാണ് ആ കൗൺസിൽ യോഗങ്ങളിൽ ഈ മുനിസിപ്പാലിറ്റിയിലെ വിവിധ വിഷയങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഈ വിഷയങ്ങളൊക്കെ എന്തിനാണ് ഉന്നയിക്കുന്നത്? വിഷയങ്ങൾ ഉന്നയിക്കുന്നത് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഒരു കാലത്തും ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവർ തയ്യാറായിട്ടില്ല. മുനിസിപ്പാലിറ്റിയോട് തൊട്ട് കിടക്കുന്നു നമ്മുടെ ആരോഗ്യ കേന്ദ്രം, ഗവൺമെന്റ് ആശുപത്രി. ഈ ഗവൺമെന്റ് ആശുപത്രി മുനിസിപ്പാലിറ്റിയുടെ കൺട്രോളിലാണെന്നാ പറയുന്നത്. പക്ഷേ നിരന്തരമായി ഈ ആരോഗ്യ കേന്ദ്രത്തിനെതിരെ നിരവധി തവണ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഡോക്ടർമാരില്ല, ഡോക്ടർമാരുടെ സേവനം ശരിയായി കിട്ടുന്നില്ല, മരുന്നിന് ശരിയായി കിട്ടുന്നില്ല. ഏറ്റവും അവസാനം രസകരമെന്ന് പറയട്ടെ, ഈ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെതിരെ പരാതി പറയേണ്ട ഗതികേടിലേക്ക് ഈ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവരെത്തി എന്നുള്ളത് വളരെ രസകരമായിട്ടാണ് തോന്നുന്നത്. ഒറ്റപ്പാലം നഗരസഭയിലേക്ക് BJP സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ ഇക്കാര്യം പറഞ്ഞത്. അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന നഗരസഭയാണ് ഒറ്റപ്പാലം ഭരിക്കുന്നതെന്നും സ്വകാര്യ ആശുപത്രികളിൽ നിന്നും നഗരസഭാധികാരികൾ പണം കൈപ്പറ്റുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒറ്റപ്പാലം കോൺവെന്റ് സ്കൂളിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരസഭാ ഗേറ്റിന് മുൻപിൽ പോലീസ് തടഞ്ഞു. പ്രതിഷേധ മാർച്ചിനോടനുബന്ധിച്ച് പ്രതിഷേധ ജ്വാലയും പ്രവർത്തകർ തെളിയിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ BJP ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുമേഷ് അധ്യക്ഷത വഹിച്ചു. മധ്യമേഖലാ സെക്രട്ടറി ശങ്കരൻകുട്ടി, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സ്വരൂപ് കൃഷ്ണകുമാർ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ജയന്തി, ഒറ്റപ്പാലം നഗരസഭാ വാർഡ് കൗൺസിലർമാരായ സജിത്, പ്രസീത, അനിത ശിവദാസ്, സഞ്ജുമോൻ, ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു.